ഹൗസ് ബോട്ട് കണ്ട നാടായ ആലപ്പുഴയിലേക്ക് ഒരു സ്കൂട്ടർ യാത്ര, അത് റൈസഡാറിൽ. ഈ ബാഗിൽ എല്ലാ സാധനവും സെറ്റാട്ടോ. വൺ ഡേ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഒരു റെയിൻ ട്രിപ്പ് പോവാണ്. നല്ല മഴയുള്ള സമയത്ത് ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഹൈവേമേ കയറി ഞങ്ങൾ കുറ്റിപ്പുറം പൊന്നാനി വഴിയാണ് പോയത്. ഈ ഹൈവേൻ്റെ ചൊറുക്കണ്ട് പോയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈവേ ഒന്നും ഇല്ല, ഫുള്ള് വർക്ക് എടുക്കുകയാണ്. വളരെ മോശം റോഡായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വീണ്ടും ഈ ചളിപിടി റോട്ടുമൊക്കെയാണ് ഇറങ്ങിയത്. അങ്ങനെ വളരെ മോശം റോഡിന് ഞങ്ങൾ പോയി. ചാലക്കുടി പോയി പോയാൽ മതിയായിരുന്നു, അത് പെട്ടുപോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഹോട്ടലിന് മുമ്പിൽ ആലപ്പുഴ ടൗണിൽ. ബെയ്റൂട്ട് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ലഞ്ച് കഴിച്ച് നല്ലൊരു ഫുഡായിട്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്, വളരെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരുന്നു. ഇവാ റെസിഡൻസി എന്നൊരു സ്റ്റേ, അവിടേക്ക് വരികയാണ്. അവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ലഗേജൊക്കെ വെച്ച് പോകാനുള്ള പരിപാടിയാണ്. റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ്, ടൗണിൽ തന്നെയാണ് റൂം. ഫാമിലിയോടൊത്ത് അഫോർഡബിൾ പ്രൈസിന് നല്ല സേഫായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റൂമും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹോട്ട് വാട്ടറൊക്കെ ഉണ്ട്, കോഫി മേക്കർ, ടീ മേക്കറൊക്കെ ഉണ്ട്. ഞങ്ങൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അവിടുന്ന് വൈകുന്നേരം പുറത്തിറങ്ങി. അങ്ങനെ ആലപ്പുഴയുടെ കായലിലെ തീരങ്ങളിലൂടെ ഞങ്ങൾ സ്കൂട്ടർ ഓടിക്കുകയാണ്. വളരെ വൈബായിട്ട് മക്കളെ, വല്ലാത്തൊരു വൈബാണ് ഈ സ്കൂട്ടറുമുള്ള യാത്ര. അതും മഴയത്ത്, ചെറിയൊരു മഴയത്ത് ഇങ്ങനെ പോവാം. അങ്ങനെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ എല്ലാ റോഡിന് ഇങ്ങനെ അത് ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടില്ല. ഈ സൈഡിൽ കൂടെ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യണം. ഹൗസ് ബോട്ടിലൊക്കെ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്യും. ഹൗസ് ബോട്ടിൽ നിങ്ങൾ കയറിയിട്ടൊന്നുമില്ല, പ്രാവശ്യം നിന്നാണ്. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് രാത്രി വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തി. രാവിലെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി കറങ്ങുകയാണ് ആലപ്പുഴ ടൗണിൽ. അങ്ങനെ ശരവണ ഭവൻ എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് പൊങ്കലാണ് ഓർഡർ ചെയ്തത്. വല്ലാത്ത ടേസ്റ്റാണ് ഇവിടുത്തെ പൊങ്കൽ, ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പൊങ്കൽ, ഉപ്പുമാവും പൊങ്കലും സൂപ്പറാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ആലപ്പുഴയിൽ വന്നല്ലേ. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് വന്നു നോക്കിയതാണ്. ആലപ്പുഴ ശരിക്കും ബീച്ചല്ല കാര്യമായിട്ട്, ആലപ്പുഴയിൽ മെയിനായിട്ട് ഹൗസ് ബോട്ടും അതേമാതിരി കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള ബോട്ടിലെ യാത്രയല്ലാത്ത യാത്രകളൊക്കെയാണ് ഇത്. പക്ഷേ ബീച്ച് ചുമ്മാ കോഴിക്കോടും ഉണ്ട്, പിന്നെ ഇതൊക്കെ ഒരു ബീച്ച് തന്നെയല്ലേ. എന്നാലും പിന്നെ ആലപ്പുഴ വരെ വന്നിട്ട് ബീച്ചൊന്നും കാണലല്ലോ, കാണാതെ പോകണം ശരിയല്ലല്ലോ വെച്ച് വന്നാൽ. നമ്മളെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഹൈവേ പോണത്. കേട്ടോ, അടിപൊളി ഹൈവേ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ കറങ്ങി. അങ്ങനെ വന്ന് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. തണ്ണീർമുക്കം ബണ്ട് എന്ന ഒരു റൂട്ട് വഴിയാണ് ഞങ്ങൾ പോണത്. അടിപൊളി റൂട്ടാണിത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അടിപൊളി റോഡാണ്, നല്ല വ്യൂ പോയിന്റുകളുണ്ട് ഈ ബണ്ടിന്റെ പല സ്ഥലങ്ങളിലായിട്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി. മഴ ആയതുകൊണ്ട് കുറേയൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ രാത്രി ഞങ്ങൾ തിരിച്ച് ഒരു 10-10 മണിയോടുകൂടി വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു കേട്ടോ ഈ യാത്ര, ബൈക്കിൽ യാത്ര.